Assalamualaikum warahmatullahi wabarakatuh, everyone. Waalaikumsalam warahmatullahi wabarakatuh. ടീച്ചർ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് കേൾക്കുന്നില്ലല്ലോ നിങ്ങളെ ഇത്. ഞാൻ ലാപ്ടോപ്പിലെ ക്ലാസ് എടുക്കുന്നത്. ഐ എം നോട്ട് ഏബിൾ ടു ഹിയർ. 1 minute, okay? Assalamualaikum. Can you talk? Anyone? Can you talk? I don't know why it is. Yes, ma'am. 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 ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒരു മിനിറ്റ്. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഐ കാൺട്ട് ഹിയർ യുവർ വോയിസ് ആക്ച്വലി. ഓക്കെ, ഇവിടെ നോക്ക്. വാട്ട് ഡിഡ് വി സ്റ്റാർട്ട്? വി സ്റ്റാർട്ടഡ് വിത്ത് ദ മദ് അല്ലെ? മദ്ദിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലെറ്റ്സ് റീഡ് ദ ലെസൺ ഫസ്റ്റ്. ടീച്ചർ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ, മദ് മീൻസ് ടു സ്ട്രെച്ച് അല്ലെ? മദ്ദിന്റെ അർത്ഥം നീട്ടുക. There are 3 മദ് ലെറ്റേഴ്സ്. ഏതിലാണ് 3 മദ്ദക്ഷരങ്ങള്? അലിഫ് മദ്, വാവ് മദ്, യാ മദ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് there are mainly 2 types of മദ്. മനസ്സിലായ? മദ് ശരിക്കും 2 ടൈപ്പ് ഉണ്ട്. ഒറിജിനൽ മദ്ദും ഉണ്ട്, പിന്നെ സെക്കൻഡറി മദ്ദും ഉണ്ട്. ഓക്കെ, ഒറിജിനൽ മദ് അല്ലെങ്കിൽ അസ്ലി എന്ന് അതിന് പറയാ. അതാണ് നോർമലി നമ്മൾ നീട്ടുന്ന അലിഫ് മദ്, യാ മദ്, വാവ് മദ്. നോർമലി 2 സെക്കൻഡ് നീട്ടുന്നതിനാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. കുറച്ച് കൂടുതൽ ടൈം നീട്ടുമ്പോ അതിനെ സെക്കൻഡറി മദ് എന്നാ പറയാം. ക്ലിയർ എവരിവൺ? യെസ്. കുറച്ച് ടൈം കൂടുതലായിട്ട് നീട്ടുന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡറി മദ് എന്നാ പറയാം. ഇപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടില്ലേ 4 സെക്കൻഡ് നീട്ടണം, 6 സെക്കൻഡ് നീട്ടണം എന്ന്? അതൊക്കെ പ്രൈമറി ആണോ അല്ലെങ്കിൽ സെക്കൻഡറി ആണോ? ഇസ് ഇറ്റ് ഒറിജിനൽ ഓർ സെക്കൻഡറി? സെക്കൻഡറി ആയിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് when the mother letters are stretched for more than 2 counts due to special conditions, they become secondary. മനസ്സിലായോ? 2 കൗണ്ട്സിനെക്കാളും കൂടുതൽ നീട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സെക്കൻഡറി മദ് എന്നാ പറയാം. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 3 ടൈപ്പ് മദ് ഓൾറെഡി ഇന്നലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായി. ഓക്കെ, സോ വിൽ ലേൺ ഇറ്റ് അഗെയിൻ. ഐ തിങ്ക് ഐ ഷുഡ് ടീച്ച് യു ദാറ്റ്. ഓക്കെ, ടീച്ചർ വെറുതെ അത് സ്കിപ്പ് ആക്കുന്നില്ല. ലെറ്റ്സ് സീ. ഫസ്റ്റ് ഉള്ള മദ്ദാണ് അറ്റാച്ച്ഡ് മദ്. ഓക്കെ, അറ്റാച്ച്ഡ് മദ്.
വാട്ട് ഇസ് അറ്റാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് മറ്റൊന്നിലേക്ക് അറ്റാച്ച് ആയിട്ടുള്ളത് അല്ലെ? അറ്റാച്ച് എന്ന് പറഞ്ഞാൽ അതല്ലേ മീനിങ് അല്ലെ? സോ ഇവിടെ നോക്കിയാ അറ്റാച്ച്ഡ് മദ് പറയുമ്പോ എല്ലാ മദ്ദിനും ഓരോരോ കണ്ടീഷൻ ഉണ്ട്. മനസ്സിലായ? അതായത് സെക്കൻഡറി മദ് എന്ന് പറയണമെങ്കിൽ അതിൽ കുറെ എണ്ണുണ്ട്. When we want to know about different types of secondary mud, നമുക്ക് സെക്കൻഡറി മദിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നമ്മൾ കണ്ടീഷന് പഠിക്കണം. ഓക്കെ, അതാണ് ടീച്ചറെ ചെറിയൊരു പോയം പോലെ ഓതി തന്നത്. When there is a hamza after a mud letter in one word, അതാ പറയുന്നത്. ഒരു വാക്കിൽ ഹംസ ഉണ്ടെങ്കിൽ മദ് ലെറ്റർ കഴിഞ്ഞാല് അതിന് എത്ര സെക്കൻഡ് കിട്ടും? 4 seconds, 4 counts. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഓർമ്മ ഉണ്ടാ? ഒറ്റ വാക്കില്. Is it clear everyone? അതായത് there is mud letter and a hamza in one word. കണ്ട, ഇവിടെയുള്ള ഫസ്റ്റത്തെ എക്സാമ്പിളില് ഏതാണ് മദ് ലെറ്റർ? Which is the mother letter in the first example? അലിഫ് മദ്. കണ്ട, ഇവിടെ ജ എന്ന് പറയുമ്പോ അലിഫ് മദ് ഉള്ളത്. അത് കഴിഞ്ഞ് ഹംസ in the same word. സോ ഇങ്ങനെ സെയിം വേർഡിൽ വന്നാൽ ഇറ്റ് ഇസ് കോൾഡ് അറ്റാച്ച്ഡ് മദ്. എന്താണ് അതിന്റെ പേര്? അറ്റാച്ച്ഡ് മദ്. അതിന്റെ അറബിക് ടേം ഉണ്ട്, മദ് മുത്തസിൽ എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അറബിക് വേർഡ് പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇറ്റ് ഇസ് കോൾഡ് അറ്റാച്ച്ഡ് മദ്. സോ ഹൗ ഡു യു റീഡ് ദിസ്? ടീച്ചർ ഓരോരുത്തരൊന്ന് വായിക്കാം. ഈ ഒരു ബോക്സ് ആണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ദിസ് ബോക്സ് ആണ്. ഐ എം ഗോയിങ് ടു റീഡ് ഓൾ ദ വേർഡ്സ്. ശ്രദ്ധിച്ചു നോക്ക്. എല്ലാ മദ്ദക്ഷരങ്ങളും സെയിം വേർഡിലാണോ? ഹംസ സെയിം വേർഡിലാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മദ്ദിന്റെ പേര്? ഇംഗ്ലീഷ് നെയിം അറ്റാച്ച്ഡ്. അതായത് ഒന്ന് മറ്റൊന്നായിട്ട് അറ്റാച്ച് ആയിട്ടാണ്. അറ്റാച്ച്ഡ് മീനിങ് എന്താണ്? ഒന്നിച്ചായി നിന്ന്, ഒന്നിച്ചുണ്ട്. സോ വിൽ സീ ദ എക്സാമ്പിൾസ്. അടുത്തത് എങ്ങനെ വായിക്കാം? Good, 4 seconds. Next one. Isra'ila. Okay. Isra. മദ് ലെറ്റർ അലിഫാണ്, അതിനുശേഷം ഹംസ. അപ്പോ 4 seconds. Isra'ila. Next one. Ulaika. Next one. Sawa'un. എന്തുകൊണ്ട് അറ്റാച്ച്ഡ് മദ് എന്ന് പറയാൻ കാരണം? Why it is called attached mud? Why is it called attached mud? ഒറ്റ പദത്തിൽ ഹംസ വരുന്നുണ്ട്. അതുകൊണ്ട് ആ മീനിങ് വരുന്നത്. മനസ്സിലായ? മദ് ലെറ്ററും ഹംസയും സെയിം വേർഡിൽ വരുന്നത് കൊണ്ടാണ് ഇറ്റ് ഇസ് കോൾഡ് അറ്റാച്ച്ഡ്. കണ്ട, മദ് ലെറ്റർ ആൻഡ് ഹംസ കംസ് ഇൻ ദ സെയിം വേർഡ്. കണ്ട, ഇവിടെ എല്ലാം മദ് ലെറ്ററും ഹംസയും സെയിം വേർഡിലാണ് വരുന്നത്, ഡിഫറെന്റ് വേർഡ്സ് അല്ല. അപ്പൊ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് അറ്റാച്ച്ഡ് മദ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് സെപ്പറേറ്റഡ് മദ്. The next is separated mud. Same കാര്യം തന്നെ, പക്ഷെ let's see. When there is a hamza after a mud letter in 2 separate words. അതായത് 2 വേർഡ്സിൽ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഹംസ അടുത്ത വേർഡിലും മദ് ലെറ്റർ ഫസ്റ്റ് വേർഡിലേക്ക്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് സെപ്പറേറ്റഡ് മദ്. ബിമ എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് 1 word. ഉൻസില, ഇറ്റ് ഇസ് ദ സെക്കൻഡ് വേർഡ്. സോ ദിസ് ഇസ് കോൾഡ് separated mud. എന്തുകൊണ്ടാണ് separated mud എന്ന് പറയുന്നത്? Why is it called separated mud? ഹംസ വേറൊരു പദത്തിലേക്ക് കൊണ്ടുവരും. ബാക്കി ആരും ഉണ്ടെന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് എന്ന് പറയുന്നത്? Those who know can tell. ഹംസ സെക്കൻഡ് വേർഡിലും മദ് ലെറ്റർ സെയിം ഫസ്റ്റ് വേർഡിലും. Okay, this is also called separated mud. It is given 4 seconds. So how do you read it?
بما أنزل وعلى أبصارهم ألا إنهم فتلقى آدم إني أعلم إني എന്ന് പറയുമ്പോൾ മദ് ലെറ്റർ യാ മദ്ദാണ്. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് ദ യാ മദ്. കണ്ട, ഇന്നി യാ മദ് കഴിഞ്ഞിട്ട് ഹംസ. ഇന്നി അഅലമു ഫീ ആസാനിഹിം ഖാലൂ ആമന്നാ ഫസജദൂ ഇല്ലാ. ഇങ്ങനെയാണ് സെപ്പറേറ്റഡ് മദ്. സോ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്ന പാട്ട് സെയിം തന്നെ. When you see a mud sign just like this and you see a hamza after it, you have to prolong it for how many harakat? Four. Okay, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. സെയിം വേർഡിലാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് അറ്റാച്ച്ഡ് മദ്. ഡിഫറെന്റ് വേർഡ്സിലാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് സെപ്പറേറ്റഡ് മദ്. മനസ്സിലായോ? സെപ്പറേറ്റഡ് മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ് ലെറ്റർ ഫസ്റ്റ് വേർഡിലായിരിക്കും, ഹംസ സെക്കൻഡ് വേർഡിലായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതാണ് ഇന്നലെ 6 സെക്കൻഡ്സ് നീട്ടുന്നത്. അതാണ് മദ്ദു ലാസിം, ദ കമ്പൽസറി മദ്. 6 സെക്കൻഡ്സ് നീട്ടുന്ന മദ് ഓർമ്മയുണ്ടായിരുന്നു? മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ഡാഷ്. എന്താ വരുന്നത്? ശബ്ദ. when there is a mud sign just like this and you see a shadda after it, you have to prolong it for 6 harakat. 6 harakat. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ്? അദ്ദാലീന. ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾക്ക് മദ് ലെറ്റർ കാണുന്നുണ്ടോ? ഇവിടെ അദ്ദാലീന എന്ന് പറയുമ്പോൾ അലിഫാണ് മദ് ലെറ്റർ, ശബ്ദ ലാമാണ്. സോ അദ്ദാലീന. അടുത്ത നോക്കിക്കോ, ഇതെങ്ങനെ വായിക്കണ്ടേ? Who will read for me? Manha, can you read that? സ്വാദ് ഹെവിയാക്ക്. അസ്വാഹത്തു. Next, Imad, can you read this? As-swafati. ഇങ്ങനെയാണ്. ഹൻഫ, can you read this next one? ദാബ. Good. ദാബ. മദ് ലെറ്റർ കഴിഞ്ഞിട്ട് ശബ്ദ. റംസാൻ, can you read this? Yeah, ma'am. ضالن. 6 തവണ നീട്ടണം, 6 സെക്കൻഡ് നീട്ടണം. Who else is there? Shaza, next word. ഇതാണ് ഇവിടെ നോക്കിയാ എല്ലാരും സ്വാമ എന്ന് പറയുമ്പോ ശബ്ദമുള്ള മീമ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര സെക്കൻഡ് ഗുന്ന കൊടുക്കണം? ഗുന്ന മണിക്കല് എത്ര കൊടുക്കണം? 6. അല്ല, മണിക്കല് വേണ്ടല്ലോ. മണിക്കല് എത്ര ഫാത്തിമ? 2 ആണ്. മണിക്കൽ എപ്പോഴും 2 ആയിരിക്കും കേട്ടോ. നമ്മൾ 6 സെക്കൻഡ് ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ 6 സെക്കൻഡ് മണിക്കുന്നാലും എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെ ആയിരിക്കും. അത്ര ടൈം വേണ്ട അല്ലെ, നമുക്ക് 2 സെക്കൻഡ്സ് മാത്രം മണിക്കല്. സോ ഹൗ ഡു റീഡ് ദാറ്റ് പ്രോപ്പർലി? നമ്മള് 6 സെക്കൻഡ് നീട്ടിട്ട് മീമിന്റെ ശബ്ദന്റെ ഗുന്ന, അതായത് മണിക്കല് കൊടുക്കുകയും വേണം. അങ്ങനെ വരും. ക്ലിയർ ആയി നമ്മളെ ഷെസ? ഓക്കെ, അടുത്തത് നൂഹ ഉണ്ട് ഇവിടെ. നൂഹ, യെസ് മാം. നൂഹ ഇത് വായിച്ചു മോളെ.
جاء لا حاجواك. അല്ല അങ്ങനല്ല. എവിടെയാണ് മദ്ദിലിട്ടുള്ളത്? അലിഫിന്, അത് അലിഫ് മദ് ഇസ് കമ്മിങ് അറ്റ് ദ ഹാ അല്ലെ? ഇതാ ഹാലാണ് മദ്ദിലിട്ടുള്ള. ശബ്ദ ഇസ് കമ്മിങ് ഓൺ ദ ജീം. അപ്പൊ ഇവിടെയാണ് 6 സെക്കൻഡ് നീട്ടേണ്ടത്. എങ്ങനെ നീട്ടണ്ടേ? ഹാജൂക്ക ഒന്ന് വായിച്ച. حاجك. ആ അടുത്തത് ഷിഫാൻ. ക്യാൻ യു റീഡ് ദിസ്? ശ്രദ്ധിച്ച് നോക്കിക്കേ ഷിഫാൻ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഈ വേർഡില് 2 മദ് ലെറ്ററും വരുന്നുണ്ട്, 2 ശബ്ദയും വരുന്നുണ്ട്, 2 മദ്ദു ലാസിം ഉണ്ട്. ദിസ് മദ് ഇസ് കോൾഡ് മദ് ലാസിം. ഓക്കെ, മദ് ലാസിം മീൻസ് when there is a mad letter and after that you see a shadda, it is called mad lazim. Okay, ഇതെങ്ങനെയാന്ന് വായിച്ചാ മോനെ? ട്രൈ ചെയ്ത് നോക്കൂ. التهاجون. അല്ല, is that correct? Once more. അത്തു ഞാൻ ഇവിടെ എഴുതരാം. അ തു ഹ. ഇവിടെ ഒരു മദ് ലെറ്റർ, ജീമിന് ശബ്ദ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒരു 6 കൊടുക്കണം അല്ലെ? ഇങ്ങനെ വരും. പിന്നെ ശ്രദ്ധിച്ച് നോക്കെല്ലാരും. ജൂ നീ, നൂൻ വിത്ത് ശബ്ദ. അപ്പൊ 2 പ്ലേസസിൽ വന്നില്ലേ 6 സെക്കൻഡ്സ്? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? 2 പ്ലേസസിൽ ഇവിടെ മദ്ദു ലാസിം ഉണ്ട്. ഇങ്ങനെ നമ്മൾ അത്രയും ടൈം നീട്ടണം. ഷിഫാൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ചോദ്യം ട്രൈ ചെയ്ത് നോക്ക്. ശ്രദ്ധയുള്ള നൂനുണ്ട്. വെരി ഗുഡ്. അങ്ങനെ ഓതണ്ടേ. ജൂന്ന് പറഞ്ഞിട്ട് 6 സെക്കൻഡ് നീട്ടിട്ട് നൂനിന്റെ ശബ്ദയും കൊടുക്കണം. ഈ വേർഡ് ഏത് സൂറത്തിലാണ് ടീച്ചറിന് ഓർമ്മയില്ല കേട്ടോ. ആക്ച്വലി ഈ ഒരു വേർഡ് ഒരു സൂറത്തിലുണ്ട്. ഇതെല്ലാം ഓരോ സൂറത്തിലുള്ള വേഴ്സസ് ആണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അഥവാ ഇഫ് അറ്റ് ഓൾ യു ആർ പ്ലാനിങ് ടു ഫിനിഷ് 1 ഖത്മ ഇൻ റമദാൻ, നിങ്ങൾ ഒരു ഖത്മ തീർക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മനസ്സിലാവും ഏത് സൂറത്തിലാണ് ഇത് ഉള്ളത് അല്ലെ? നെക്സ്റ്റ് എക്സാമ്പിൾ ഫാത്തിമ ഫിദ, ക്യാൻ യു റീഡ്? ഫാത്തിമ ഫിദ. തഹാദൂന. അല്ല, എവിടെ 6 നീട്ടുന്നത്? 6 ആണ്. ഐ ആം ടെലിംഗ് 6 സെക്കൻഡ്സ്. മദ് ലെറ്ററിന് ശേഷം ശബ്ദ വന്ന്. അപ്പോ നമ്മൾ എവിടെ നീട്ടണ്ടേ? അവിടെ 6 സെക്കൻഡ്സ്. അവിടെ അലിഫിന്റെ അവിടെ നീട്ടണ്ടേ? ഒന്ന് അത് ശരിയാക്കിയാ മോള്. ടീച്ചർ പറഞ്ഞത് മനസ്സിലായിനാ? മദ് ലെറ്റർ കഴിഞ്ഞാല് ശബ്ദ കണ്ടാല് എത്ര സെക്കൻഡ് നീട്ടണം? 6. ആ അപ്പൊ മോളെ ഓതിയപ്പോ 4 കിട്ടിയിട്ടുള്ളൂ ടീച്ചറിന്. ഹൗ യു റീഡ്? തഹാദൂന. തഹാദൂന. ഒരു മിനിറ്റ്. ഓക്കെ, someone has come. Just a minute. നിങ്ങളൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കല്ലോ ഈ വേർഡ്സ്.